ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 19 സങ്കീർത്തനത്തിന്റെ 7 തുടങ്ങി 11 ഇരുന്ന് വായിക്കണം. സങ്കീർത്തനങ്ങൾ 19, സാംസ് 19, 7 to 11. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മാധുര്യമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന യഹോവയുടെ ന്യായപ്രമാണം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഹല്ലേലൂയ, ആമേൻ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കും പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ ആശയിക്കുന്നത്. അല്ലെങ്കിൽ ഹാലയിലെ നമ്മൾ സകലത്തിൽ സുഖമായി ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹാലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് ഹാലലിയ. നമ്മുടെ ജീവിതത്തിലുള്ള ഹാലലി എന്തെങ്കിലും സാഹചര്യങ്ങൾ മാറുമ്പോഴോ, എന്തെങ്കിലും പ്രവർത്തനം നടക്കുമ്പോഴോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോഴോ അല്ല ആയിരിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഹാലലിയ നമ്മൾ ഹാലലിയ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹാലയിലെ കർത്താവ്, ഹാലയിലെ ക്രിസ്തു ആരാണെന്ന് പറയുന്നത് നമ്മളെ വചനമാണ്, അല്ലെ? നമുക്ക് വചനത്തിൽ സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹാലയിലെ സങ്കീർത്തനം 107 സങ്കീർത്തനം 20 വാക്യം, നിന്റെ അവന് വചനം വായിച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹാലേലിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പൊ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ, രോഗം വരുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇടയാകണം. അല്ലെ, അവന്റെ അടിപ്പിണാൽ പൂർണ്ണസൗഖ്യം വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അല്ലെ, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് സാഹചര്യങ്ങളെ നോക്കി പറയുന്നതല്ല. അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ മാറി, ഇപ്പൊ നല്ല സമ്പത്ത് വന്ന്, ആരോഗ്യം വന്ന്, എന്റെ കുടുംബത്തിൽ സമാധാനം വന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതെല്ലാം മോശമായി നിൽക്കുന്ന അവസ്ഥയിലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഹാലേലിയ. മറ്റൊരു പറയുന്ന അത് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പൊ നമ്മൾ രാപ്പകൽ എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്? നമ്മുടെ കയ്യോ കഷ്ടതയാണ്, കടഭാരമാണ്, അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, അതങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും, ഇതാണോ നമ്മൾ ധ്യാനിക്കുന്നത്? അതോ ദൈവത്തിന്റെ വചനം? ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ. എന്താ പറയാ, എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടാക്കി മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തന്നെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നുള്ള വാക്യമാണോ നമ്മൾ ധ്യാനിക്കുന്നത്? ഹാലേ, നമ്മളുടെ ചിന്ത എവിടെയാണ്? നമ്മുടെ സന്തോഷം എവിടെയാണ്? ഇവിടെ പറയുന്ന അത് പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ന്യായപ്രമാണത്തിൽ സന്തോഷം അല്ല, അത് വിശ്വസിക്കാൻ കഴിയുക നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. പ്രാണൻ വെച്ചാൽ നമ്മുടെ സോളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ സ്പിരിറ്റ് എന്നും പലയിടത്തും സോളും സ്പിരിറ്റും ഒന്നായിട്ട് കാണിച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, അത് അതിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആത്മാവ് ശുഭമായിരിക്കും. ഹല്ലേലൂയ. നമ്മള് ചിലപ്പോഴൊക്കെ ഈ ടെൻഷനൊക്കെ ടെൻഷനൊക്കെ വന്ന് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയി അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം എടുത്ത് വായിച്ചാൽ പോലും നമുക്കത് എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്, ഇല്ലേ? വെറുതെ കഥപുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു പോകുന്നല്ലാതെ അതിൻ്റെ അകത്തുള്ള അതിലടങ്ങിയിരിക്കുന്ന വെളിപ്പാടുകൾ, മർമ്മങ്ങളൊന്നും ഗ്രഹിക്കാൻ പോലും കഴിയത്തില്ല. കാരണം എന്താ പറയാ, നമ്മുടെ മൈൻഡ് സ്വസ്ഥമല്ല, അത് ടെൻസ്ഡാ, അല്ലെങ്കിൽ നമ്മൾ പറയാ ആപ്പാട് ഡിസ്റ്റർബ്ഡ്. എന്തോ ഒരു അസ്വസ്ഥ നമ്മൾ അലട്ടിക്കൊണ്ട്. ഇപ്പൊ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെ നിൽക്കുന്ന മൈൻഡ് ചെന്നിട്ട് എന്ത് ചെയ്താലും ശരിയാകത്തില്ല. പാചകം ചെയ്യാൻ അടുക്കളയിൽ കയറുന്നവർക്കൊക്കെ അറിയാം, മനസ്സൊന്നും ശരിയല്ല, കൈക്കിട്ട് പിടിച്ചിട്ട് കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതൊരു പെർഫെക്ഷനിലേക്ക് വരത്തില്ല. കാരണം എന്താ, നമ്മുടെ പ്രാണൻ തണുത്തിരിക്കുകയല്ല, ശുഭമായിരിക്കുകയല്ല, അതിങ്ങനെ പൂഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും.
അല്ലെ. അപ്പൊ നമുക്ക് അപ്പൊ അവിടെയൊക്കെ നമുക്ക് നമ്മൾ അന്നേരം എടുത്തിട്ട് നല്ല വർഷിപ്പ് സോങ് ഒക്കെ എടുത്ത് കേട്ടാലോ, നല്ലൊരു മെസ്സേജ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. കാരണം വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്? ദൈവത്തിന്റെ വചനം. ആമേൻ, സ്തോത്രം. അപ്പൊ ഞാൻ പറയാം, നമുക്ക് ഒത്തിരി സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് റിലീസ് ആകാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ക്രൂശ്. കർത്താവിന്റെ ക്രൂശ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസോ, ആ ഒരു പീഡാസഹനത്തെ കുറിച്ച് ഇതോ, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ധ്യാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിലീസാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അനുഭവിക്കാത്ത ഒരു വിഷമവും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈ ലോകത്തിൽ കർത്താവ് അനുഭവിച്ചതുപോലെ ഒരു സങ്കടം, ഒരു പ്രയാസം, ഒരു വിഷമം ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോ അനുഭവിക്കുന്ന ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ കൊണ്ടും കുഴപ്പങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നൊക്കെ നമ്മൾ ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ കർത്താവ് അതെല്ലാം അനുഭവിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, സ്വന്തമായിട്ടുള്ളതല്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്ന കർത്താവിന്റെ വചനത്തെ ധ്യാനിച്ച് നമ്മൾ ഇവിടെ പറയാ, അത് പ്രാണനെ തണുപ്പ്, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സാക്ഷ്യം, അത് വിശ്വാസം, അത് അത് കെട്ടുകഥയൊന്നുമല്ല. ഇത് വിശ്വാസയോഗ്യം തന്നെയാണ്. അടുത്ത അല്പബുദ്ധി അത് ജ്ഞാനിയാക്കുന്നു. അപ്പൊ ബുദ്ധി ഇല്ലാത്തവരെ നമ്മൾ ഇന്നലെ വായിച്ച് ബെസലേലിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം കൊടുത്തു. അപ്പ എല്ലാത്തിലും തികവുള്ളവരായും പറയും. അപ്പൊ അല്പബുദ്ധി, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബുദ്ധി കുറവുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അവരെ അനുഗ്രഹിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പൊ അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദൈവത്തിന്റെ വചനം വായിക്കും തോറും ഞാൻ എപ്പോഴും പറയാറ്, നമ്മുടെ ഈ ലോകത്ത് എത്ര ജ്ഞാനം പ്രാപിച്ചവരാന്ന് പറഞ്ഞാൽ, ലോകത്തിന്റെ ജ്ഞാനം എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനം ഒരു 0 ആണെങ്കിൽ അവര് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അതിൽ എടുത്തു പറഞ്ഞ കാര്യം, ഇവിടെ അബ്ദുൽ കലാമിനെ കുറിച്ച് എടുത്തു പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാണ്, വെൽ എഡ്യൂക്കേറ്റഡ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനം അലങ്കരിച്ച മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് ഒക്കെ വളരെ ഇഷ്ടം. പക്ഷെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ലോകജ്ഞാനം വളരെ വലുതാണ് നമ്മളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അദ്ദേഹവും പോയിട്ട് ഒരാൾദൈവമായ അവതാരതയുടെ മുമ്പിൽ പോയി തല കുമ്പിട്ടിരുന്ന് കൊടുത്ത് അവര് തലയിൽ ചവിട്ടുന്ന ഒരു ഇത് കണ്ടപ്പോഴത്തെ എനിക്ക് മനസ്സിൽ, ദൈവമേ, ഇദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം 0 ആണല്ലോ. ഹല്ലേലൂയ. കാരണം ലോകജ്ഞാനം എത്ര നേടിയാലും ദൈവജ്ഞാനം ഇല്ലെങ്കിൽ അവനെ നമ്മൾ ഫോഷൻ എന്ന് വിളിക്കും. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞേ, ഞാൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഫോഷത്വമാനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ബലമുള്ളവരെ ലജ്ജിപ്പിക്കാൻ ബലഹീനമാനത്തിന്. അപ്പൊ നമ്മളൊക്കെ അവരെ വെച്ച് നോക്കുമ്പോൾ ലോകജ്ഞാനം നമ്മളിലൊക്കെ വളരെ 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 കുറവാണ്. പക്ഷേ ദൈവം ഈ ഫോഷത്വമാനെ തിരഞ്ഞെടുത്തതിനാ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി. ഇന്ന് പല ജ്ഞാനികളും ഇരിക്കുമ്പോൾ അവർക്ക് ഈ പുസ്തകം മനസ്സിലാകാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം മനസ്സിലാകാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നതിന് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഞാൻ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും. നമ്മളൊക്കെ ഒരു അല്പബുദ്ധികളാ പക്ഷെ നമുക്ക് ജ്ഞാനം തരുന്ന ദൈവിക വചനം. യേശു കർത്താവിനെ കുറിച്ച് അവിടെ ചോദിക്കുക, 12ാമത്തെ വയസ്സിൽ നിന്നപ്പോൾ ഇവന് ജ്ഞാനം എവിടെ നിന്ന്? ഈ ജ്ഞാനം ലോകത്തിന്റെ പഠിപ്പിൽ നിന്ന് വരുന്നതല്ല, ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. ഈ ജ്ഞാനം അപ്പൊ നമുക്കൊക്കെ ആ ജ്ഞാനം അല്പമെങ്കിലും ലഭിച്ചവരോർത്ത് ദൈവത്തോട് നന്ദി പറയാം. അത് അല്പബുദ്ധിയെ ജ്ഞാനിയേക്കുന്നു. അടുത്ത യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആജ്ഞകളൊക്കെ അത് നേരുള്ളവയാണ്. ഹല്ലേലൂയ. അത് ശരിയായ പാതയിൽ നമ്മൾ നടത്തും, അത് ഹൃദയത്തെ സന്തോഷം. ദൈവത്തിന്റെ ആജ്ഞ കേട്ട്, ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുട്ടിന്റെ വഴിയിലേക്കല്ല പോകുന്നത്, നമ്മളൊരു ആപത്തിലേക്കല്ല പോകുന്നത്. ഹല്ലേലൂയ. അത് നമ്മളെ നേരായ വഴി നടത്തുമ്പോൾ, നമ്മൾ അതിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല സന്തോഷം ഉണ്ടാകും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതാണ്, അല്ലെങ്കിൽ ഒരു വിഷമം, അത് വേണം വേണം, നമ്മൾ വേണ്ടണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം അതെന്താ വെച്ചാൽ അതില് ദൈവത്തിന്റെ ആജ്ഞ ആയിരിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ചില ആൾക്കാർ എന്നോട് പറയും, സിസ്റ്റർ ഭയങ്കര കൺഫ്യൂഷനാണ്, അത് ചെയ്യണോ വേണ്ടെന്ന്. നമ്മുടെ കൺഫ്യൂഷൻ നിന്റെ ഉള്ളിൽ കയറിയാ സംശയിക്കാറൊന്നുമില്ല, അത് ദൈവികമല്ല. അത് ദൈവികമാണെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. യോഹന്നാന്റെ
ലൂക്കോസിന്റെ സുവിശേഷം പറഞ്ഞു. അപ്പൊ യോഹന്നാനെ കുറിച്ചുള്ള അരുളപ്പാട് ഹല്ലേലൂയ പറയുമ്പോ തന്നെ ദൂതൻ പറയുന്നത് അവൻ വരുമ്പോൾ അനേകര് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ സന്തോഷവും ഉല്ലാസവും കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ആജ്ഞകൾ നേരുള്ള അവ ഹൃദയത്തെ സന്തോഷം. അപ്പൊ നേരായ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് സന്തോഷം അറിയാണ്ടുണ്ടാകും. ഒരു കള്ളത്തരം ചെയ്ത് കുറച്ച് കാശ് സമ്പാദിക്കുന്നതും നേരായ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാശ് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം. മറ്റേത് ചിലപ്പോൾ ഒത്തിരി പണം കിട്ടുമായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷെ അല്പമുള്ളെങ്കിലും നമുക്ക് തരുന്നൊരു കാര്യം സന്തോഷം തരും. എന്താ വെച്ചാൽ നേരായ വഴിയിൽ നേടിയത്. ആരെയും പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഹല്ലേലൂയ മോഷ്ടിച്ചും ഒന്നും കൊണ്ടുവന്നതല്ല. നേരായ വഴി നേടിയതാണെന്ന് അറിയുമ്പം അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തരും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത് പറയുന്നത് യഹോവയുടെ കൽപ്പനകൾ നിർമ്മലം, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾ അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. നമുക്ക് കാണാൻ കഴിയാത്ത പലതും കാണുവാൻ തക്കോണം, അല്ലെ നമ്മുടെ കണ്ണിന് വെളിച്ചം തരുന്നതാണ്. ഹാലേലിയ. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ ആൾ ദൈവം. ഹാലേലിയ. അതിനെ ഹാലേലിയ ചവിട്ടരുത് എന്നുള്ളത്, ഹാലേലിയ, അല്ലെ അതിനെ വണങ്ങരുത് എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അല്ലേ? നാൽക്കാലി, ഇരുജാതി, പർവ്വജാതി, ഹാലേലിയ, ഇഴജാതി എന്നിനെ ഒന്നിനെയും നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. കാരണം ഹാലേലിയ സാക്ഷാൽ സർവ സൃഷ്ടിതാവായ ദൈവം, ഹാലേലിയ, ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല, വണങ്ങാൻ പാടില്ല. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. അത് ഹാലേലിയ ദൈവത്തിന്റെ കൽപ്പന നിർമ്മലമല്ല, അത് കണ്ണുകളെ പ്രകാശിക്കും. എന്താ നമുക്ക് കണ്ണുകളെ ആ കൽപ്പന നമ്മളിലേക്ക് വരും, നമുക്കറിയാം. അപ്പൊ ഈ കാണുന്ന സകലം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടിച്ചവനേക്കാൾ വലുതല്ല ഒരു സൃഷ്ടി. ഹാലേലിയ. പലരും സൃഷ്ടിച്ചവനെ മറന്നുപോയിട്ട് സൃഷ്ടിയുടെ പിന്നാലെ പോകുമ്പം സൃഷ്ടിച്ചവനെക്കാട്ടി വലുതല്ല സൃഷ്ടി എന്ന് അറിയണമെങ്കിലും അവന്റെ കൽപ്പന നമ്മൾ ഹാലേലിയ അത് മനസ്സിലാക്കണം. അത് കണ്ണുകളെ പ്രകാശിക്കുക. നമുക്ക് ഹാലേലിയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ഹാലേലിയ. അതാലേ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അടുത്ത പറഞ്ഞ യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ചില ആൾക്കാരെ ഭക്തി കണ്ടിട്ടുണ്ടോ? കുറച്ച് ദിവസം കഴിയുമ്പോ ഭക്തിയും പോയി, എല്ലാം പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് യഹോവ ഭക്തിയാണെങ്കിൽ അത് എന്നേക്ക് നിലനിൽക്കുന്നതായിരിക്കണം. എന്നേക്ക് നിലനിൽക്കുന്ന തന്നെ ഓരോ ദിവസം കഴിയുന്നവരാ വർദ്ധിച്ച് കുറഞ്ഞു പോകുന്നതല്ല ദൈവത്തോടുള്ള ഭക്തി. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ദൈവത്തോടെ ഭക്തി രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തി ഉണ്ടാവും, ഒന്ന് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തി ഉണ്ടാവും. ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തി എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്തൊക്കെ, അത് ഭയം ഉള്ളപ്പോ എന്തെങ്കിലും അയ്യോ ചെയ്തല്ലേ അടി കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്ന് വിചാരിച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതേസമയത്ത് സ്നേഹത്തിൽ നിന്നുള്ള ഭക്തി ആകുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ അയ്യോ കർത്താവിന് വിഷമാവുമല്ലോ ഞാനിത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇപ്പൊ കർത്താൻ വിഷമോ അല്ലെങ്കിൽ അപ്പൊ നമ്മളത് എന്നേക്ക് നിലനിൽക്കുക. നമുക്ക് കർത്താവിന് വിഷമമാകുന്ന സങ്കടമാകുന്ന ഹാലയിലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. അതിൽ നിന്ന് വരുന്ന ഭക്തിയാണെങ്കിൽ എന്നേക്ക് നിലനിൽക്കുക. അപ്പൊ ദൈവത്തോടുള്ള യഹോവ ഭക്തി നിർമ്മലമാണ്. അപ്പൊ അത് നിർമ്മലമാണെങ്കിൽ, കപടമില്ലാത്തതാണെങ്കിൽ എന്നേക്ക് നിലനിൽക്കും. അപ്പൊ നമ്മൾ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതൊക്കെ നിർമ്മലമായതായിരിക്കും. അത് എന്നേക്കും നിലനിൽക്കുന്നതാകും. ഹാലേലിയ. യഹോവയുടെ വീഥികൾ സത്യമായ ഒട്ടൊഴിയാതെ നീതിയുള്ളതാണ്. ദൈവത്തിന്റെ വിധികളൊക്കെ ഹാലേലിയ അത് ഒട്ടൊഴിയാതെ, ഇവിടെ പറയുന്ന ഒന്നും ഒഴിച്ചു മാറ്റാൻ പറ്റാതെ അത് നീതിയുള്ള. അപ്പൊ ദൈവം ഒരിക്കലും അനീതി ചെയ്യില്ല. കാരണം ദൈവത്തിന്റെ സകല കാര്യങ്ങളും സർവശക്തനായ ദൈവം, നീതിമാനായ ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ നീതിക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും മാറില്ല എന്ന് പറയാം. ദൈവം പ്രവർത്തിക്കുന്ന എല്ലാ കാര്യം ദൈവത്തിന് എല്ലാത്തിനും നീതിയോടെ പ്രവർത്തിക്കും. അതുകൊണ്ടല്ലേ പിശാചി ചെന്ന് അവകാശം പറയുമ്പം അവിടെ ചെന്ന് വാദിക്കുമ്പോൾ നമ്മളെയൊക്കെ ചിലപ്പോൾ വിട്ടുകൊടുക്കും. എന്താന്ന് വെച്ചാൽ അവൻ വാദിക്കാൻ ചെല്ലുന്നത് വെറുതെ അല്ല, നമ്മളിവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ എവിഡൻസുമായിട്ട് അവൻ ചെല്ലുന്നത്. പൊട്ടുപ്പും തൊങ്ങലും വെച്ച് ഒരു കാര്യം ഊതി വീർപ്പിക്കുകയല്ല അവൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തതും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചില ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഈ ക്യാമറയെക്കാട്ടി വലിയ ക്യാമറ അതൊക്കെ. ആമേൻ, സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവം പറയും അവിടെ ചെന്ന് വാദിക്കുമ്പോൾ ഹല്ലേലൂയ പറയും, ഓക്കെ നിനക്ക് ഹല്ലേലൂയ ശരി, ഇത്ര ദിവസത്തേക്ക് അല്ല ഇത്ര നാളത്തേക്ക് നീ എന്താ അവസരം തന്നിരിക്കുന്നു, കേറിക്കും. ഓഹോ
തൊട്ടും ഹാലില്ല. കാരണം ഇന്ന് പറയാതെ ആ തീമതിൽ പൊളിച്ചു കൊടുക്കാതെ കയറത്തില്ല ഹാല. അത് പൊളിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പെർമിഷൻ വേണം അവനെ പൊളിച്ച് നമ്മുടെ വീടിനകത്ത് കയറാൻ, നമ്മുടെ ജീവിതത്തിൽ കയറാൻ. അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുമ്പോൾ ആ ഒട്ടൊഴിവാ നീതി അതുകൊണ്ട് ആ നീതി ഉള്ളതായത് കൊണ്ടാണ് അവിടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അടുത്ത പറയുന്നത് അമ്മേ, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ഹാലേലൂയ. ദൈവത്തിന്റെ വിധികളെ കുറിച്ച് പറയുന്നത് ഹാലേലൂയ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പൊന്നും തങ്കം ഉപയോഗിച്ച് ഏറ്റവും വിലയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാന്നുള്ള കൂട്ടത്തിൽ. ഹാലേലൂയ. ഇന്നും പൊന്നിനൊക്കെ നല്ല വിലയാ, അതിനെക്കാട്ടി വിലയുള്ളതാ. അതെന്തോ സിസ്റ്റർ എന്ന് ചോദിക്കുന്നത്. ഹാലേലൂയ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാന്നേ പറയുന്നത്. അത് പൊന്നിലും തങ്കത്തിനെക്കാട്ടി വിലയുള്ളതാണ്. പൊന്നും തങ്കവും ഒക്കെ ഈ ലോകത്ത് കഴിയും. പക്ഷേ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മൾ ചേർത്ത് പിടിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം അത് ചേർത്ത് പിടിക്കുന്നെങ്കിൽ അത് അതിനെക്കാട്ടി വിലയുള്ളത്. എന്താ പറയാ, ഇത് അങ്ങ് നിത്യതയോളം എത്തിക്കും നമ്മളെ. പൊന്നും തങ്കവും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ ഉപകരിക്കാനേ കൊള്ളത്തുള്ളൂ. ഹാലേലിയ. ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ അതിന് ഒരു വിലയും ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വന്ന് പെടാറുണ്ട്. നമ്മള് ഇവിടെ ഒരു നോട്ട് നിരോധനം വന്നപ്പം നമ്മൾ കണ്ടായിരുന്നു, അനേകർക്ക് കാശ് ഇഷ്ടം പോലെ അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ കാശ് നഷ്ടം. പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അന്നേരം ആ കാശിനൊക്കെ വെറും കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയായി. നമ്മുടെ പത്രക്കെട്ടാണെങ്കിൽ തൂക്കി കൊടുത്ത കുറച്ച് കാശെങ്കിലും കിട്ടും. നോട്ട് തൂക്കി കൊടുത്ത കാശ് കിട്ടുമായിരുന്നു സിസ്റ്റർ? ഇല്ല, കാലില്ല. കാരണം ഇന്നും 2000 നോട്ടൊക്കെ അടുക്കി അട്ടിയിട്ട് കയ്യിൽ വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യാനത്? ഹാലേലൂയ. ചായ തിളപ്പിക്കാൻ പോലും കൊള്ളത്തില്ല. ഹാലേലൂയ. കാരണം അതിനൊക്കെ വെറും കടലാസിന്റെ വില പോലും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ അതുപോലെ സ്വർണത്തിനും പൊന്നും വെള്ളിയൊക്കെ ചില സമയത്ത് നമുക്ക് ഒട്ടും ഉപകരിക്കാത്തൊരു സാധനമായി. ഞാൻ പറയുന്നത് ഈ പൊന്നിനും വെള്ളിക്കൊക്കെ ഈ വില എന്താ? ഇപ്പൊ ഗവൺമെന്റുകൾ ഓരോന്നും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന വിലയാണ്. നാളെ അവരങ്ങ് തീരുമാനിക്കുക പൊന്നിന്റെ വില ഇരുമ്പിന്റെ വിലയെക്കാട്ടി താഴത്തേക്ക് അങ്ങ് ഇടാവുന്ന വിചാരിച്ചു എന്ത് ചെയ്യും? കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഇതിനൊക്കെ? ഇല്ല. ഇത് മനുഷ്യൻ വാങ്ങിച്ച് ശരീരത്തിൽ ഇട്ട് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് വില കൂടിക്കൂടി വരുന്നു. അല്ല, നാളത്തെ പെണ്ണുങ്ങളെല്ലാം വിചാരിക്കും ഞങ്ങൾക്ക് സ്വർണം വേണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? ഇതിന് വില പോയില്ലേ? എല്ലാം ബൂസ്റ്റ് ചെയ്ത് പിടിക്കുന്ന വിലയല്ലേ ഇത്. ഓരോന്നിങ്ങനെ ഇങ്ങനെ കയറ്റി മനുഷ്യൻ ഇങ്ങനെ തോന്നലുണ്ടാക്കി കൊണ്ടുവരുന്ന വിലയാണ്. എന്ത് സാധനത്തെ ഡിമാൻഡ് ഉണ്ടോ ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ പഠിച്ച എക്കണോമിക്സിന്റെ തിയറിയാണ്. ഡിമാൻഡ് കുറഞ്ഞാ ഈ സാധനത്തിന് വിലയും കുറയും. സ്ത്രീകളെല്ലാം കൊണ്ട് തീരുമാനമുണ്ടൊക്കെ ഞങ്ങൾ സ്വർണം വാങ്ങുന്നില്ല, ഒരു 6 മാസത്തേക്ക് ഞങ്ങൾ ഇനി പുതിയതായിട്ട് സ്വർണം വാങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ സ്വർണ്ണ വില എത്ര കയറി എന്നാൽ ആ വില താഴേക്ക് എത്തും. ഒരു സംശയം വേണ്ട അതിന്. ഇത് ആക്രാന്തം പിടിച്ച് പോയി മേടിച്ച് കൂട്ടി കൊണ്ട് ലോക്കർ നിറച്ച് വെക്കുന്നുണ്ട്. അതിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇല്ലെങ്കിൽ കൂടത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ബ്രാൻഡഡ് ഡ്രസ്സുകൾ നമ്മൾ കാണാറുണ്ടല്ലേ? കാരണം എന്താ? ഈ ബ്രാൻഡ് നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ഒരു വിഗ്രഹം പോലെ അങ്ങ് പറഞ്ഞ ഈ ബ്രാൻഡ് ഇട്ടാലേ നമുക്കൊരു സ്വസ്ഥതയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ എന്താ ചെറ്റുന്നത്? ഈ ബ്രാൻഡിനോട് ആൾക്കാർക്ക് സ്നേഹം. അപ്പൊ ഈ ബ്രാൻഡിന്റെ വാല്യൂ ആണ് നമ്മൾ വാങ്ങുന്ന ഷർട്ട് ഹാലേലിയ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു ഡ്രസ്സ് ഹാലേലിയ. വെറും 300-400 രൂപയുള്ള സാധനത്തിന് 3000-4000 രൂപ കൊടുത്ത് വാങ്ങുന്നതിന്റെ ബാക്കി വില ബ്രാൻഡിന്റെ വിലയാണ്. പണ്ട് ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഹല്ലാജിമാലി ടെക്സ്റ്റൈൽസ് ബിസിനസ്, ഗാർമെന്റ്സ് ബിസിനസ് ചെയ്യുന്നത്. അതിൽ പുള്ളി വലിയ ഈ ബാംഗ്ലൂരാണെങ്കിലും നമ്മുടെ എന്താ പറയാ ഈ ബംഗ്ലാദേശിലൊക്കെ ആണെങ്കിലും വലിയ ഈ ഗാർമെന്റ്സ് കമ്പനികൾ വർക്ക് ചെയ്തേക്കുന്ന പുള്ളിക്കാരന്. ഭയങ്കര സെയിൽസ് മാർക്കറ്റിംഗിലും പുള്ളി അവിടെ അജ്മാലിലൊരു ഒരു ഫാക്ടറി തുടങ്ങി. ഫാക്ടറി അല്ല, മീൻസ് ഒരു ഹോൾസെയിൽ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്രാൻഡഡ് ഷർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിക്കാരെടുക്കുന്ന തുണി. അപ്പൊ ബ്രാൻഡ് വെച്ചടിച്ചതിന്റെ ഇപ്പൊ അവർ ബ്രാൻഡുകാരെ 1000 പീസ് ഓർഡർ ചെയ്യുന്ന കാര്യം ബാക്കി കുറച്ച് തുണി ഫ്രീ വരും. എപ്പോഴും എല്ലാ തുണിയും കറക്റ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് അവര് സാധാരണ ഷർട്ട് അടിക്കും. അതിന് ബ്രാൻഡിന്റെ സ്റ്റിക്കർ ഉണ്ടാകത്തില്ല, വേറെ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ആയിരിക്കും വെക്കുന്നത്. ഈ ബ്രാൻഡിൻ്റെത് 500 ദിറംസിന് കൊടുക്കുമ്പോൾ ഈ സാധനം കിട്ടുന്ന 5 ദിറംസിന്. സാധനം സെയിം ക്വാളിറ്റി, സെയിം സാധനം, സെയിം മെറ്റീരിയൽ. പുള്ളി ആ സാധനത്തിനും കൂടെ കണ്ടെയ്നറൊക്കെ എടുത്തിട്ട് വരും. ഒരു ബാലൻസ് വരും. തുണി കൊണ്ട് അടിക്കുന്ന സാധനങ്ങൾ അത് ചിലപ്പോൾ ഒരു 100 പീസ് കാണും, 200 പീസ് കാണും, 500 പീസ് കാണും. അങ്ങനെ എത്രയുണ്ടെന്ന് വെച്ചാൽ അത്രയും പലരും അതൊരു കണ്ടെയ്നർ ഫുള്ളായിട്ട് എല്ലാ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് പുള്ളി അത് വളരെ കുറഞ്ഞ റേറ്റിന് കടകൾക്ക് കൊടുക്കാൻ
അല്ലെങ്കിൽ അപ്പൊ ഞാനൊക്കെ അവിടെ പോയിട്ട് ഇഷ്ടംപോലെ ഷർട്ട് നമ്മുടെ വന്നതൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പാസ്റ്റർമാർക്കെല്ലാം ഇഷ്ടംപോലെ ഷർട്ട് കൊടുക്കും. എല്ലാവർക്കും 3, 4, 5 ഷർട്ടൊക്കെ കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസല്ലേ ഉള്ളൂ, ഏറ്റവും നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് സാധനം എന്നുള്ള ആ ഒരു സംഭവം തന്നെയാണ്. ഹല്ലേലൂയ. അന്നേരം ഇതെന്താ വെച്ചാൽ ഇതാണ് അതിന് ബാക്കി വാല്യൂ എന്ന ബ്രാൻഡ്. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വില. അപ്പൊ അത് പൊന്നും തങ്കത്തിനും ഒക്കെ ഇന്ന് നമ്മൾ ഈ കാണുന്ന വില ഹല്ലേലൂയ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കയറി നമ്മുടെയൊക്കെ ഞാൻ അമൂലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് 2000, 3000 രൂപ പോലും കൊണ്ട് സ്വർണത്തിന് വിലയില്ല. എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയ ബോണസിന് ഞാൻ 5 പവന്റെ കുലിസ് വാങ്ങിച്ചു. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് അത് അന്ന് അത്രയും വിലയുള്ളൂ. പക്ഷെ ഈ പെട്ടെന്ന് ഈ നിമിഷ നേരം കൊണ്ട് ഒരു 10-20 വർഷം കൊണ്ടാണ് സ്വർണത്തിനൊക്കെ ഇത്രയും വില കയറുന്നത്, അല്ലേ? നിങ്ങളുടെയൊക്കെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ വിവാഹ സമയത്തൊക്കെ സ്വർണത്തിന് എന്ത് വിലയുണ്ടെന്ന് ആലോചിച്ചൊക്കെ മനസ്സിലാവും. ഹല്ലേലൂയ. എൻ്റെ അമ്മയൊക്കെ പറയണം, അമ്മയുടെ ഒക്കെ സമയത്ത് കല്യാണ സമയത്ത് ഒരു 80 രൂപയും കൊണ്ട് ഒരു സ്വർണത്തിന് വിലയുള്ളൂന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഇത് കയറി വന്ന് ഇന്ന് 80,000-ൽ എത്തി നിൽക്കുന്നെങ്കിൽ അത് മനുഷ്യന്റെ ഡിമാൻഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത്, ഇത് മനുഷ്യൻ ഇൻക്രീസ് ചെയ്ത് അത് വെറുതെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് അതിന് വലിയ വിലയൊന്നുമുള്ള സാധനമൊന്നും അല്ല ഇത്. അല്ലെ? പക്ഷെ വില മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. അത് പൊന്നിനെക്കാട്ടിയും തങ്കത്തെക്കാട്ടി വിലയേറിയതാണ്. ഹാലേലിയ. ഇതിനെ ഹാലേലിയ ആ സ്നേഹിക്കുന്നവന് ബുദ്ധി പ്രകാശിക്കുമ്പോൾ ഇത് പലയിടത്തും അല്പബുദ്ധി അത് ജ്ഞാനിയാക്കാനായിട്ടും ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ഇതിനുള്ള ഹൃദയത്തെ സന്തോഷിക്കും മരുന്നൊന്നും ഇന്ന് വരാരും കണ്ടുപിടിച്ചിട്ടില്ല സിസ്റ്ററെ. ഡോക്ടറെ, എൻ്റെ ഹൃദയത്തിന് ഭയങ്കര സങ്കടമാണ്, എനിക്ക് സന്തോഷിപ്പിക്കാൻ ഒരു മരുന്ന് തരാമോ, എന്തെങ്കിലും തരാമെന്ന്. ഡോക്ടറെ ശരി, ഞാൻ എൻ്റെ ടോണിക്ക് എഴുതി തരാം സിസ്റ്റർ, അത് കുടിച്ചാൽ ഹൃദയം സന്തോഷിക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും ഡോക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഹൃദയത്തെ സന്തോഷിക്കുന്ന മരുന്ന് എന്തെങ്കിലും. കാരണം ദൈവത്തിന്റെ വചനം അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അത് പൊന്നിലും തങ്കത്തിലും വിലയേറിയതാണ്. ഹാലേലൂയ. ആമേ. അടുത്ത് പറയുന്ന ആമേ. ആഗ്രഹിക്കുന്ന തേനിലും തേങ്കട്ടയിലും മധുരമുള്ള അടിയനും അവയെ പ്രബോധനം ലഭിക്കുന്നു. നമുക്ക് ഹാലേലൂയ ഇത് തേനിനെക്കാട്ടും തേൻകട്ടയെക്കാട്ടും മധുരമുള്ളതാണ്. അത് നമുക്ക് പ്രബോധനം ലഭിക്കുന്നു. അതിനെ പ്രമാണിക്കുന്നവർ പ്രബോധനം അവയെ പ്രമാണിക്കുന്ന വളരെ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 14 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം സിസ്റ്റർ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14 തുടങ്ങി 17 വരെ. കരവസ് വായിക്കുവാണോ? മ്യൂട്ടാ. അവൻ അവിടേക്ക് ഒരു സെക്കൻഡ്. 2 രാജാക്കന്മാർ 6-ന്റെ 14 തുടങ്ങി 17 വരെ. 14 തൊട്ട്. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദേവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കോണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആമേൻ. സ്തോത്രം. ഇവിടെ എലീശയുടെ കാലത്തുണ്ടായ കാര്യമാണ്. എലീശയെ പിടിക്കാൻ വേണ്ടി രാജാവിന്റെ സൈന്യം എല്ലാം വന്ന് നിരന്ന് നിൽക്കുക. ബാല്യക്കാരൻ രാവിലെ എഴുതി നോക്കിയപ്പോ അയ്യോ ദാ ചുറ്റും ഭയങ്കര സൈന്യം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ പിടിച്ച് അത് നമ്മളെ കൊണ്ടുപോകുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ എലീശ അവിടെ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. എലീശ പ്രാർത്ഥിച്ചിട്ട് പറയും, യഹോവേ, ഹല്ലേലൂയ, ഇവൻ കാണത്തക്ക വണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. എന്താ യഹോവ അപ്പൊ പറഞ്ഞത്? എന്താ യഹോവ പറഞ്ഞത്? അല്ല, യഹോവ അല്ല, സോറി, എലീശ പറഞ്ഞത്.
എലീശ പറഞ്ഞൊരു വചനമാ പറഞ്ഞു. നമ്മുടെ വായിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് വചനം. ഹാലേലിയ. നമ്മളുടെ വായിന്ന് പറയുന്നതിന്റെ കൂടെ ചലിക്കുക. അപ്പൊ എലീശ അത് പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പെട്ട വചനം ഹാലേലിയ. ആമീൻ. എന്താ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ആ ബാല്യക്കാരന്റെ കണ്ണിനെ തുറക്കാനിടയായി. നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഹാലേലിയ അവൻ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഈ വചനം. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പറയുന്ന വാക്കിനോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ ചലിക്കുമ്പോൾ അത് വചനമായി മാറുന്നു. അത് കാറ്റിനോട് പറഞ്ഞാൽ അത് അടങ്ങും, കടലിനോട് പറഞ്ഞാൽ ശാന്തമാകും. ആമേ ആകാശത്തെ നോക്കി ഹാലില്ല മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കും, മഴ പെയ്യണമേ എന്ന് പറയാൻ പെയ്യും. ഇതെന്താ എങ്ങനെയാ സംഭവിക്കുന്ന വെച്ചാ നമ്മുടെ വായിൽ ദൈവം ഹാലില്ല ആമേ നമ്മുടെ വായിൽ തന്നിരിക്കുന്ന ജീവൻ ഹാലില്ല അത് നമ്മൾ പറയുമ്പോൾ അത് പുറപ്പെടും. ജീവനും മരണവും നിന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഹാലേലിയ. അതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ ആ വചനമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എലീശ പറഞ്ഞപ്പോൾ ഹാലേലിയ വചനം എന്താ പറയാ, നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്നു. നമ്മുടെ ന്യായപ്രമാണം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചിലതൊക്കെ കാണാൻ പറ്റും അത് പ്രകാശിക്കുമ്പോൾ. അതെങ്ങനെ പ്രകാശിക്കണം? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഈ വെളിപ്പാടുകളൊക്കെ കാണുന്നത് എങ്ങനെയാ? നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കുന്നത്. കാരണം നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആമേ നമ്മൾ വചനം പറയുമ്പോൾ ഇവിടെ എലീശ പറഞ്ഞ ഈ വചനം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയ കർത്താവേ ഈ വചനം എലീശ ഇവിടെ പറഞ്ഞപ്പോ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നെങ്കിൽ ദൈവത്തിന്റെ അക്തിമായ രഥങ്ങളെയും ദൂതന്മാരെയൊക്കെ കാണുവാൻ തക്കാണ് എന്റെ കണ്ണിനെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഈ വചനത്തിൽ ഒരാളെ കണ്ണ് പ്രകാശിച്ചോ? പ്രകാശിപ്പിച്ചു. അത് പറഞ്ഞപ്പോ പ്രകാശിപ്പിച്ചു. കണ്ടോ? ദൈവത്തിന്റെ സൈന്യത്തെ കണ്ടു. എങ്കിൽ പിന്നെ ഈ വചനം നമ്മൾ പറഞ്ഞാലും നമ്മുടെ കണ്ണ് തുറക്കും. സംശയമുണ്ടോ? ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ ഹാലേലൂയ വിശ്വസിച്ചുകൊണ്ട് ഹാലേലിയ ആർക്കും വെളിപ്പാട് കാണാൻ പറ്റുന്നില്ല ഇതുവരെ. എനിക്ക് ഹാലേലിയ ദൈവത്തിന്റെ ഇതൊന്നും ദർശനങ്ങൾ കാണാൻ പറ്റുന്നില്ല ഹാലേലിയ എന്ന് പറയുന്നവർ ദൈവത്തിന്റെ സൈന്യത്തെ കാണാൻ പറ്റുന്നില്ല, ദൂതന്മാരെ കാണാൻ പറ്റുന്നില്ല ഹാലേലിയ, നമുക്ക് ഹാലേലിയ ഇതുവരെ ഒന്നും ഹാലേലിയ ആത്മമണ്ഡലത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. എവിടെയാണ് ഈ സൈന്യം നിന്ന്? ആത്മമണ്ഡലത്തിലാണ് നിൽക്കുന്നത് ഹാലേലിയ. ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നതിന് ആത്മാവിന്റെ കണ്ണ് തുറന്നാലേ കാണത്തുള്ളൂ ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഇത് തുറക്കണമെങ്കിൽ ഹാലേലിയ ഇവിടെ എലീശ പ്രവാചകൻ പറഞ്ഞ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നെങ്കിൽ ഞാൻ പറയാം കൈ വെച്ച് നമ്മൾ ഈ വചനത്തെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെയും കണ്ണ് തുറക്കുമെന്നേ. മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞു നമ്മുടെ കണ്ണ് തുറക്കുവാണ് ഇവിടെ. അപ്പൊ കണ്ണ് തുറന്ന് എന്താ ദൈവത്തിന്റെ വചനം കണ്ണുകളെ തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 119:18 ഒന്ന് വായിക്കാം സിസ്റ്റർ. സങ്കീർത്തനം. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതം. അപ്പൊ ന്യായപ്രമാണത്തിൽ ചില അത്ഭുതങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു അത്ഭുതമാ സംഭവിച്ചത്. എന്താ? എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്റെ കണ്ണ് തുറന്നു. അപ്പൊ ന്യായപ്രമാണത്തിൽ നമ്മുടെ വചനത്തിൽ ചില അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ കാണേണ്ടത് എന്റെ കണ്ണ് തുറന്നു. അപ്പൊ ഈ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവൻ എന്താ പറയാ വിശ്വാസം എന്ന് ആശിക്കുന്നവർക്ക് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. അപ്പൊ ഈ കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണണം. എങ്ങനെ കാണണം? നമ്മുടെ ആത്മകണ്ണാൽ കാണണം. അപ്പൊ ഇതെവിടെയാണ് അത്ഭുതം? ഇപ്പൊ ഒരു രോഗിയെ കാണുമ്പോ അയ്യോ ക്യാൻസർ പേഷ്യന്റ് ആണോ, 4th സ്റ്റേജ് ആണോ, നമ്മുടെ അടുത്തൊരാളുണ്ടായിരുന്നു കേട്ടോ, അവരിപ്പോ പെട്ടെന്ന് ഒരു 5-6 മാസമൊക്കെ ജീവിച്ചുള്ളൂ കേട്ടോ, അപ്പോഴത്തെ മരിച്ചു പോയി കേട്ടോ, എന്നാലും സിസ്റ്റർ പേടിക്കണ്ട കേട്ടോ, ദൈവസൗഖ്യം. ഇങ്ങനെയാണോ നമ്മൾ പറയേണ്ടുന്നത്? അല്ല. ഹാലേലൂയ. അവിടെ ചെല്ലുമ്പം പറയണ സിസ്റ്റർ ഇത് ഹാലേലൂയ ഇത് ഫാക്റ്റ് ആണ്, ഇത് ഡോക്ടർമാർ പറഞ്ഞ കറക്റ്റ് അല്ലെ ഫാക്റ്റ് ആണ്, പക്ഷേ നീ ഇത് കാണരുത്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നേ? അടിപ്പിനുള്ള സൗഖ്യം വന്നിരിക്കുന്നു, വരുമെന്നല്ല വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് സൗഖ്യം നമ്മുടെ അവകാശമാണെങ്കിൽ ആ അത്ഭുതത്തെ, നീ സൗഖ്യമാകുന്ന അത്ഭുതത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ അനിൽ നാരായണ പാസ്റ്റർ മോള് ഹാലേലൂയ അതിന് ക്യാൻസർ ആയിരുന്നു. 3rd സ്റ്റേജൊക്കെ കഴിഞ്ഞ് 4th സ്റ്റേജൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്ന സമയത്ത് അത് പറയാ ഡോക്ടർമാർ പറഞ്ഞു ഇനി അധികം നാളിൽ ജീവിച്ച ഡോക്ടർ അറിയാം. എന്റെ മുഖത്ത് നോക്കിയ ഡോക്ടർ പറഞ്ഞു, കാരണം സാധാരണ പേഷ്യന്റിനോട് പറയത്തില്ല, ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിന് ആ പുള്ളിക്കാരൻ എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് പഠിച്ചതിന്റെ രീതിയിൽ ഞാൻ പറയാം ഇത് 90% നീ അധികം നാളും ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞു.
എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറയാൻ തുടങ്ങി. ആമേ, എല്ലാവരും കരച്ചിലും ബഹളമൊക്കെ തുടങ്ങി. ഞാൻ വന്നിട്ട് ആമേ, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കും. ഹാലേലിയ. ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പിന്നീട് ഇതിനൊരു ചെറിയ സർജറി എന്തോ ചെയ്ത് കഴിയുമ്പോഴത്തേന് കീമോ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ തലയിലെ മുടി ദൈവം എണ്ണീക്കുക, അതിൽ നിന്ന് ഒന്ന് താഴെ വീഴും, ദൈവം അറിയാതെ വീഴത്തില്ല, തലമുടി കൊഴിയത്തില്ല. പറഞ്ഞു കീമോ ഒക്കെ മുടി എല്ലാം കൊഴിഞ്ഞു. പറഞ്ഞ് കീമോ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്, എനിക്ക് കീമോയുടെ ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞ് അത് വരെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഡോക്ടറൊക്കെ പറഞ്ഞു, നീ എന്തീ പറയുന്നത്, കീമോ എല്ലാവർക്കും ഇത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ, കീമോ എന്റെ ശരീരത്തിൽ കീമോ ചെയ്യത്തില്ല എന്ന്. അവസാനം കീമോ ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് കീമോയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും നല്ല മുടിയൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അപ്പൊ അത് പറയുന്ന കാര്യം, നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ വായുടെ നമ്മുടെ നാവിന് ഭയങ്കര അധികാരമുണ്ട്. ഹാലേലിയ. അപ്പൊ അവിടെ നമ്മൾ ആ അധികാരത്തെ റിലീസ് ചെയ്യുമ്പോൾ, ഹാലേലിയ, നമ്മൾ പറയുന്ന കാര്യം എന്താ? അങ്ങനെ വചനം എഴുതി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും, എനിക്ക് കീമോയുടെ ആവശ്യം വരത്തില്ല, എന്റെ ശരീരത്തിൽ കീമോ ചെയ്യത്തില്ല എന്ന് ഇല്ല. പക്ഷെ നമ്മൾ പറയുമ്പം അത് വചനമായി മാറി. എന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം അത് ഉദ്ദേശിച്ച ഫലം എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുത്തും. അപ്പൊ ഞാൻ എന്ത് പറയുന്നു അത് വചനമാണെന്നേ. അത് പറഞ്ഞിട്ട് അത് എന്റെ വായിന്ന് പുറപ്പെട്ട അത് ഉദ്ദേശിച്ച ഫലം ചെയ്ത് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുത്തില്ല. സാറാബസിന് ഇപ്പൊ പറയും, എന്നെ ദൈവം ഹാലേലി എന്നെ കൊണ്ട് സഭ പണിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലേലിയ അത് ഞാൻ എന്റെ അപ്പുറത്തെ പറമ്പിൽ സഭ പണിയുന്നതിനെ കുറിച്ചും അവിടെ ആൾക്കാർ വരുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടിട്ട് ഇതൊക്കെ ഇവിടെ പറയുന്നിട്ട് അനേകർ വന്ന് ആരാധിക്കും, നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുന്നു, അവിടെയുള്ള അമ്പലങ്ങളും മറ്റും മറിച്ചത് എല്ലാം കളഞ്ഞിട്ട് ഹാലേലി അവിടുത്തെ ആ റോഡിൽ കൂടെ ഉള്ള എന്ത് ബഹളം ഉത്സവമൊക്കെ നടക്കും, മനുഷ്യനായി കിടക്കും, പോകാൻ പറ്റുന്ന വഴിയെല്ലാം തടയും, ഇതെല്ലാം മാറിപ്പോണേ, ഇതെല്ലാം മാറിയിട്ട് ജനമെല്ലാം ആലയത്തിലേക്ക് രക്ഷി കയറാൻ പോവാ. നമ്മളുടെ ദൈവം പറഞ്ഞിട്ടുള്ള പ്രോമിസാണ്. ഹാലേലിയ. കേരളത്തിൽ സകല ഹോസ്പിറ്റലിലും രോഗിയില്ലാതെ പേഷ്യൻസ് ഇല്ലാതെ ആകുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമെന്ന്. ഹാലേലിയ. അതൊക്കെ സ്വപ്നം കണ്ട് പറ. ഈ ഹോസ്പിറ്റൽ എല്ലാം പൂട്ടിപ്പോട്ടെ കോടികൾ മുടക്കി പണിയായിരിക്കും. കാരണം ഈ ഹോസ്പിറ്റൽ എല്ലാം പൂട്ടിപ്പോണെന്ന് പറയുമ്പോൾ അവർ ബിസിനസ് നശിച്ചു പോകണമെന്നല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങുമ്പോൾ, ആൾക്കാർ ഹോസ്പിറ്റലിലേക്കല്ല ഓടേണ്ടെന്ന്. ഒരു രോഗിക്ക് രോഗം വന്നാൽ ഇവിടെ ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് നൈമാൻ കടന്നു വന്നപ്പോൾ കുഷ്ഠരോഗിയെ നൈമാൻ പ്രവാചകനെ അന്വേഷിച്ച വന്നത്, വൈദ്യരെ അന്വേഷിച്ചല്ല വന്നത്, കുഷ്ഠം സൗഖ്യമാക്കുന്ന ഡോക്ടറെ അന്വേഷിച്ചല്ല വന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവത്തിന്റെ രോഗം വരുമ്പോൾ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണമെന്നല്ല, അവിടെ നല്ലൊരു പ്രവാചകൻ അല്ലെങ്കിൽ നല്ലൊരു ദൈവദാസനുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്ന ചിന്തയിലേക്ക് ദൈവത്തിന്റെ മനുഷ്യരുടെ ചിന്ത തിരിയണമെങ്കിൽ ദൈവമക്കൾ വചനമായി കണ്ട് തന്നെ വചനത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മളൊരാളോട് പറയും ഇവിടെ ദേഹത്തുള്ള അശുദ്ധാത്മ വിട്ടു മാറട്ടെ എന്ന് പറയുമ്പോൾ നമ്മളത് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് വിശ്വസിക്കണം. പോത്തില്ലേ എന്നല്ല. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ആ ഒരു കുടുംബത്തെ തകർത്ത് കളയുന്ന രീതി വാദിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മശക്തി. ഹാലേലൂയ. അവർ പറയുന്ന അവരെന്നോട് വന്ന് നിന്നപ്പോൾ അവർ നിന്നപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞപ്പോൾ അവരോട് സാക്ഷ്യം പറഞ്ഞവരപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആരാധന അങ്ങോട്ട് ഇവിടെ ചർച്ചിലങ്ങോട്ട് ആരാധന ഇവരുടെ തലയൊക്കെ പൊട്ടിപ്പൊളരുന്ന പോലെ തോന്നും, അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവർ ആദ്യം ഇറങ്ങി പോയി അതിനകത്തുനിന്ന് പിന്നെ തിരിച്ചു കയറിയത് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ വണ്ണം, നിൽക്കാൻ സമ്മതിക്കാതെ വണ്ണം ഹാലേലിയ ഇതിങ്ങനെ അവരെ ഇതാക്കിക്കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവനെ വായ തുറക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടുന്ന പോലെ ഹാലേലിയ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഞെരുക്കുന്ന പോലെ ഒരവസ്ഥയെ കൂടെ നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞാൻ കണ്ടത് അത് വിട്ടുമാറിയപ്പോൾ അവർ ശക്തമായ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവര് വീണ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വിട്ടുമാറിക്കഴിഞ്ഞപ്പോൾ അവർ ഫ്രീ ആയത് നമുക്ക് ആത്മാവിൽ മാത്രമല്ല അവരുടെ ശരീരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റി. കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ എനിക്ക് അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ തന്നെ അവരെ കൂടി വെല്ലുവിളിച്ച് തകർത്ത് കളയുന്ന വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ശക്തി. ഒരു കുടുംബത്തെ തന്നെ മൊത്തം ആൾക്കാരെ ഫോക്കസ് ചെയ്ത് തകർത്ത് കളയുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന ശക്തിയിലുണ്ടെങ്കിൽ ഞാൻ പറയും അവൻ വെല്ലുവിളിക്കത്തതേ ഉള്ളൂ. അവൻ തകർക്കാതിരിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. വചനം കയ്യിലെടുത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വായ തുറന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ശക്തിയും വിട്ടുപോകും. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയണം.
എന്റെ ഭവനത്തിൽ ഹാലേലിയ ഇരിക്കുന്ന കുടിയിരിപ്പുകളൊക്കെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകണം. കാരണം എന്റെ ഭവനം ഹാലേലിയ ദുരാത്മ ശക്തികൾക്ക് വാഴുവാനുള്ള ഭവനമല്ല ഇത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എന്റെ മേൽ കർത്തൃത്വം എന്റെ കർത്താവിന് മാത്രമാണ്. മറ്റൊരാൾക്ക് അതിന്മേൽ ഒരു അവകാശം ഇല്ല എന്ന് നമ്മുടെ വായ കൊണ്ട് പറയണം. നമുക്ക് ഒരൊറ്റ ഉടമ്പടിയേ ഉള്ളൂ, യേശുവിന്റെ രക്തത്താലും ആ രക്തത്താൽ ഉടമ്പടി മാത്രമേ ഇത് നമ്മുടെ മേൽ, അല്ലാതെ മറ്റൊരു ശക്തിക്ക് ഉടമ്പടി ഇല്ല നമ്മളുമായിട്ട്. ഒരു പാരമ്പര്യത്തിന് ഉടമ്പടി പറയാൻ പറ്റത്തില്ല. ഇവൾ എന്റെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് പലരുടെയും ശരീരത്തിൽ നിന്നുകൊണ്ട് ഇവൾ എന്റെയാ, ഇവളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എന്നാൽ നിനക്ക് നേരത്തെ കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പൊ എപ്പോഴും കയറി ഇരിക്കുന്ന എന്തിനാ? അല്ലേ? അല്ല, അപ്പൊ ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നു, എന്താ ഇവളെ ഉണ്ട്, ഇവളെയും കൊണ്ടാ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. ഇവളെയും കൊണ്ട് പോകുന്ന നേരത്തെ അങ്ങ് പോകാന്തായിരുന്നു. ഹാലല്ലേ, കൊണ്ടുകൊണ്ട് പറിച്ചേ ഉള്ളൂ. ഹാലെ, പക്ഷെ നമ്മുടെ മേൽ എപ്പോ ഈ പൊട്ടുവന്നത് നമ്മൾ പറയണം, എനിക്ക് കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ എനിക്ക് മറ്റൊരു കർത്താവില്ല. മറ്റു കർത്താക്കന്മാരുണ്ടായാലും പാടില്ല കേട്ടോ പറയുമ്പോൾ. ഹല്ലേലൂയ. കാരണം പറയും കർത്താവേ എന്ന് അവിടെ വിളിക്കും, ബാക്കി കർത്തൃത്വം നടത്തുന്നത് മൊത്തം വേറെ ആൾക്കാരാ തല്ലിയിരുന്നെങ്കിൽ ഹാലല്ലേ അവിടെ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ കർത്തൃത്വം എന്റെ കർത്താവിന്റെ കരുത്തിലേക്ക് പൂർണ്ണമായും കിട്ടും. മറ്റൊന്നും നമ്മളെ ഭരിക്കുക, മറ്റൊന്നും നമ്മളെ ലീഡ് ചെയ്യാൻ, മറ്റൊന്നും നമ്മളെ ലീഡ് ചെയ്യാൻ അനുവദിക്കരുത്. സമ്പത്ത് നമ്മളെ പലപ്പോഴും സമ്പത്തൊക്കെ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തും. ആ സമ്പത്തൊക്കെ കർത്തൃത്വം നടത്തി തലയുടെ മേളിൽ നിൽക്കേണ്ട സാധനമല്ല, അതൊക്കെ നമ്മുടെ കാൽ കീഴിൽ കിടക്കുന്ന സാധനമാണ്. അതൊരിക്കലും നമ്മുടെ തലയ്ക്ക് മീതെ കയറരുത്. ഹാലേലിയ, അതൊക്കെ നമ്മുടെ കാൽ ചുവട്ടിലായിരിക്കണം. അതുപോലെ ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും ദൈവത്തിന്റെ വചനത്തെക്കാട്ടി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. നീ അതിനകത്ത് ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിച്ച് മാറിപ്പോ കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇതിച്ച് തെറ്റിപ്പോയി എന്ന് പറയുന്നതല്ല, അത് തികവുള്ളതാണ്. ഇവിടെ 119 സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ ന്യായപ്രമാണം അത്ഭുതങ്ങളെ എന്റെ കണ്ണു തുറക്കുന്നത്. 119 സങ്കീർത്തനം നമുക്കൊരു വചനത്തിന് ഒരുപാട് വചനം നമ്മുടെ കാൽ ദീപം പാതയ്ക്ക് പ്രകാശമാണ്. അപ്പൊ വചനത്തിന് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻസ്, വചനത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുള്ളത് 119 സങ്കീർത്തനം നമുക്കറിയാം. ഹാലേലിയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിച്ചത്, അത് നമ്മുടെ അല്പബുദ്ധിയെ ജ്ഞാനിയൊക്കെ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. അപ്പം ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഡെയിലി 2 വാക്യം കാണാതെ പഠിപ്പിക്കാറുണ്ട്. സദൃശ്യവാക്യങ്ങൾ എടുത്തിട്ട് പറ, മോനെ ഹാലലൂയ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം, നീ 1-ാം അധ്യായം തുടങ്ങി ഡെയിലി നീ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പഠിക്കുന്നപ്പോൾ 2 വാക്യം നീ കാണാതെ പഠിക്കാൻ തുടങ്ങും ഒരു ദിവസം. അത് പറയാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ എടുത്ത് വചനം പഠിപ്പിക്കും. വചനം പഠിപ്പിച്ച് അവരുടെ ബുദ്ധി പ്രകാശിക്കും നമുക്ക് കാണാൻ പറ്റും. അവർ അവർക്ക് ഏറ്റവും എല്ലായിടത്തും അവര് ഒന്നാമതായി എത്തും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ട്യൂഷന് പറഞ്ഞു വിടുന്ന നേരം കൊണ്ട് ട്യൂഷന് പറഞ്ഞു വിട്ട സമയം കളയാതെ, കുഞ്ഞുങ്ങൾ വെറുതെ പ്രാഗി സമയം കളയാതെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് 2 വചനമെങ്കിലും അവർക്ക് ഒരു ദിവസം പഠിപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല ജ്ഞാനമുള്ള മക്കളായി മാറുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം അത് നമ്മുടെ പ്രാണനാണ് കേട്ടോ. അതിനെ നമ്മൾ വെറുതെ ഉപേക്ഷിച്ച് കളയരുത്. വെറുതെ നമ്മൾ അതിനെ ഒരു എന്താ പറയാ, ഇവിടെ ഒരു എന്താ പറയാ, എന്തോ ഒരു ചടങ്ങാക്കി മാറ്റരുത്. അത് നമ്മളെ പ്രാണനെ തണുപ്പിക്കുന്നതാ. നമുക്ക് എവിടെ സന്തോഷം കിട്ടിയില്ലെങ്കിലും, എവിടെ സമാധാനം കിട്ടിയില്ലെങ്കിലും, ഞാൻ പറയാം നമുക്ക് നമ്മുടെ വചനത്തിൽ നമുക്ക് ആ സന്തോഷവും സമാധാനം ലഭിക്കുക. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാകുക, വചനത്തിൽ തന്നെ രസിച്ചു കൊടുക്കുക. മറ്റു എന്റർടൈൻമെന്റുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. പക്ഷെ നമ്മുടെ വീണ സിസ്റ്ററൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ പറയാ, നമ്മുടെ വയനാടൊക്കെ ടൂറൊക്കെ പോയിട്ട് വന്നു. സിസ്റ്റർ എത്ര ദിവസം സന്തോഷം ഉണ്ടാകുക വെച്ചാൽ പോയോ അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം, ഇങ്ങോട്ട് ആകുമ്പോഴത്തെ എങ്ങനെയും വീട്ടിലെത്താൻ മതി എന്നാവും. ടൂർ പോകുന്നവരുടെ കാര്യമൊക്കെ അതെങ്ങനെയല്ലേ, നമ്മൾ പോകുമ്പോൾ താമസമൊക്കെ ഇടയ്ക്ക് അവിടെ അമേരിക്കയിൽ പോകുമ്പോൾ എന്താ അങ്ങോട്ട് പോകുന്ന ഒരു ത്രില്ലൊക്കെ ഉണ്ടാവും. പക്ഷെ തിരിച്ച് അവിടെ എത്തിയാൽ നീ എപ്പോൾ വീട്ടിലെത്താം, ഇങ്ങോട്ടാകുമ്പോൾ എങ്ങനെയും ഒന്ന് വീടെത്തിയാൽ മതി. ഇതായിരിക്കും നമ്മുടെ ചിന്ത. അന്നേരം ആ സന്തോഷമൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ന്യായപ്രകാരം സന്തോഷം അങ്ങനെ പോകുന്ന സന്തോഷമല്ല, അതിങ്ങനെ വർദ്ധിച്ചു വരുന്ന സന്തോഷം. ഓരോ ദിവസം അറിയും തോറും കൂടുതൽ അറിയാനായിട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നെ സന്തോഷിച്ചുകൊള്ളുക. എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.